ഹേ ഗായ്സ്, നമുക്കിന്നൊരു അടിപൊളി ഈസി ചീസി ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു ബൗളിലോട്ട് നമ്മൾ 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കണം. ഞാനിവിടെ ഒരു ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 2 കോഴിമുട്ട എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു 1/4 സ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പം നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടൻ്റെ ബാറ്റർ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2 സ്ലൈസ് ഓഫ് ബ്രെഡ് എടുത്തിട്ട് ആദ്യമേ ജസ്റ്റ് ഒന്ന് ഈ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ മറിച്ചിടാം. ഞാനിത് ഇങ്ങനെ മറിച്ചിടാണ്ട് ഈ ബ്രെഡിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ലൈസ് ഓഫ് ചീസ് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് സവോള നീളത്തിലായിരുന്നതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം, തക്കാളി ചേർക്കാം, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട വെജീസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തു. ഇത് നേരെ തിരിച്ചിടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാനപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് നമുക്കിതൊന്നുകൂടെ ജസ്റ്റ് മറിച്ചിട്ടിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പർ ഈസി ചീസി ആയിട്ടുള്ള ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയൊരു അടിപൊളി ഫില്ലിംഗ് ആണ് ഇത്. നല്ല ടേസ്റ്റും ഉണ്ട്. ചീസൊക്കെ വെച്ചത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി എന്തുണ്ടാക്കുമെന്ന് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട. നമുക്ക് ഈസി ചീസി ആയിട്ടുള്ള ബ്രെഡ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ.